ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് പ്രയാഗ്രാജിലെ പ്രശസ്തമായ ത്രിവേണി സംഗമ സ്ഥാനത്താണ്. നടക്കുന്ന വഴിക്ക് ഇരുവശവും കുറെ വഴിയോര കച്ചവടക്കാരെയും ഒട്ടകത്തിന്റെ പുറത്തേറി പോകുന്ന സഞ്ചാരികളെയും കാണാൻ സാധിക്കും. ത്രിവേണി സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരുടെ പക്കൽ നമുക്ക് ലഭ്യമാണ്. പുഴയുടെ മധ്യഭാഗത്ത് വെച്ചാണ് സ്നാനം ചെയ്യുന്നത്. അതിനായി അവിടേക്ക് എത്തുവാൻ വേണ്ടി ധാരാളം വഞ്ചികൾ ഇവിടെ കാണാൻ സാധിക്കും. പരമാവധി 8 പേർ അടങ്ങുന്ന സംഘമായിട്ടാണ് വഞ്ചികൾ യാത്ര തിരിക്കാറുള്ളത്. വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കെ അതിലെ ഗൈഡ് ത്രിവേണി സംഗമത്തെ പറ്റിയും ഇവിടത്തെ ചരിത്രത്തെ പറ്റിയും സ്നാനം ചെയ്യുന്നതിനെ പറ്റിയും വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ 3 നദികളുടെ സംഗമമാണ്. ഗംഗ, യമുന, സരസ്വതി. ഇതിൽ സപ്തനദികളിൽ 4ാം സ്ഥാനത്തുള്ള സരസ്വതി നദി ഇന്ന് അപ്രത്യക്ഷമായൊരു നദിയാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതിശക്തമായ ഭൂചലനം കാരണം സരസ്വതി നദി അടുത്തുള്ള യമുന നദിയിൽ ചേരുകയോ അല്ലെങ്കിൽ താർ മരുഭൂമിയിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്തെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഗംഗയെയും യമുനയെയും അവയുടെ വ്യത്യസ്ത നിറങ്ങളാൽ തിരിച്ചറിയാൻ കഴിയും. ഗംഗയിലെ വെള്ളം വ്യക്തമാണ്, യമുനയുടേത് പച്ച കലർന്ന നിറമാണ്. 3ാമത്തെ നദിയാണ് സരസ്വതി. വെളുത്തതും ഇരുണ്ടതുമായ 2 നദികൾ ഒരുമിച്ചൊഴുകുന്ന സ്ഥലത്ത് കുളിക്കുന്നവർക്ക് അവരുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് മോക്ഷത്തിലേക്ക് നയിക്കുമെന്നാണ് വിശ്വാസം. പുഴയുടെ മധ്യഭാഗത്തെ പലയിടങ്ങളിലായി 3 തോണികൾക്കിടയിൽ ഒരു വല പോലെ കെട്ടിവെച്ച് അതിൽ ഗംഗാ സ്നാനം ചെയ്യാനുള്ള തരത്തിൽ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിലെ ഓരോ തോണിയിലും നമുക്ക് കർമ്മങ്ങൾ ചെയ്യിക്കാനായി ഒരു തന്ത്രിയും അദ്ദേഹത്തിന്റെ സഹായികളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.